ഹലോ, നമസ്കാരം. എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് ഹൃദയപൂർവ്വം സ്വാഗതം. കേൾക്കൂ കേട്ടുകൊണ്ടേയിരിക്കൂ. ഞാനും നിങ്ങളും നമ്മുടെ കഥകളും. അല്ലേ, നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ദ്രാവിഡൻ എന്ന സസ്പെൻസ് ത്രില്ലർ നോവലാണ്. അതിൻ്റെ 10ാമത്തെ അധ്യായത്തിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. കേൾക്കുന്നവർ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്ത് നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്തുകൊണ്ട് നോവൽ കേൾക്കുക. അപ്പോൾ നമുക്ക് നോവലിലേക്ക് പോയാലോ. ദ്രാവിഡൻ അധ്യായം 10, നോവൽ തുടർച്ച. പറയടാ. എനിക്കൊന്നും പറഞ്ഞു തീരും മുൻപേ നമ്പ്യാർ കാലുയർത്തി ചവിട്ടി. ജോസ് മലർന്നടിച്ചു വീണു. നമ്പ്യാർ അവൻ്റെ മുടിക്ക് കുത്തിപ്പിടിച്ച് മേലോട്ടുയർത്തി. കള്ളം പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് വിചാരിക്കരുത് കഴിവേറി. തെളിവുണ്ട്, സാക്ഷിയുണ്ട് നിനക്കെതിരെ. വെറുതെ നല്ലൊരു തടി കേടാക്കണ്ട മോനെ. ഞാൻ പറയാം, എല്ലാം പറയാം. എന്നെ ഒന്നും ചെയ്യരുത്. വാളംപറമ്പിൽ ജോസ് സിയയുടെ നേർക്ക് കൈകൂപ്പി കൊഞ്ചി. പിന്നെ അവൻ രാരിച്ചനെ കൊല്ലാൻ തങ്ങൾ നടത്തിയ ഗൂഢാലോചനയെക്കുറിച്ച് വിവരിച്ചു. രാരിച്ചൻ ജോലി കഴിഞ്ഞ് വരുന്നതും കാത്ത് രാത്രി 9 മണിക്ക് 11 പേരാണ് പച്ചക്കാനം കലങ്കിൻ്റെ കീഴിൽ പതുങ്ങിയിരിക്കുന്നത്. വാളംപറമ്പിൽ ജോസിനായിരുന്നു രംഗനിരീക്ഷണത്തിന് ചുമതല. 9:15 മണിയായപ്പോൾ രാരിച്ചൻ വരുന്നത് കണ്ട് ജോസ് സിഗ്നൽ കൊടുത്തു. എല്ലാവരും ആക്രമണ സജ്ജരായി കലുങ്കിനരികിൽ തയ്യാറായി നിന്നു. രാരിച്ചൻ കലുങ്കിലെത്തുമ്പോൾ പന്നിപ്പടക്കം എറിഞ്ഞ് വീഴ്ത്താനായിരുന്നു പദ്ധതി. രാരിച്ചൻ കലുങ്കിലെത്തിയതും മോനായി 5 സെല്ലിൻ്റെ ടോർച്ച് തെളിയിച്ചു. വെളിച്ചമടിച്ച് കണ്ണഞ്ചി നിന്നുപോയ രാരിച്ചൻ്റെ കാൽച്ചൂട്ടിൽ ദേവസിക്കുട്ടി പടക്കം മാഞ്ഞെറിഞ്ഞു. പക്ഷേ പടക്കം പൊട്ടിയില്ല. അടുത്ത പടക്കം എറിയും മുമ്പേ രാരിച്ചൻ ഒഴിഞ്ഞു മാറുകയും ചെയ്തു. അതോടെ സംഘാംഗങ്ങൾ എല്ലാവരും ആയുധങ്ങളുമായി റോഡിലേക്ക് പാഞ്ഞു കയറി. രാരിച്ചനെ വളഞ്ഞു നിന്ന് അവർ കുത്തും വെട്ടും അടിയും തുടങ്ങി. ചിലതൊക്കെ രാരിച്ചൻ്റെ ദേഹത്തേറ്റു, ചിലതൊക്കെ തടഞ്ഞു. ഓർക്കാപ്പുറത്തുള്ള ആക്രമണമായിരുന്നതിനാൽ രാരിച്ചനെ പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞില്ല. മോനായിയുടെ കയ്യിലിരുന്ന ടോർച്ച് രാരിച്ചൻ അടിച്ചു തെറിപ്പിച്ചു. അതോടെ ഇരുട്ടായി. കൂട്ടപ്പൊരിച്ചലിനിടയിൽ മുത്തോലിക്കലെ ബേബിയും ജോണിയും കൈതക്കലെ കുഞ്ഞുകുട്ടിയും കൂടി കെട്ടിമറിഞ്ഞു വീണു. അവർ വീണു പൊട്ടാതെ കിടന്ന പടക്കത്തിന് മീതേക്കായിരുന്നു. പെട്ടെന്ന് ഉഗ്രമായ ഒരു സ്ഫോടനം ഉണ്ടായി. അതോടൊപ്പം നിലവിളികളും അലർച്ചയുമായിരുന്നു. എല്ലായിടത്തും പുക, ചോരയുടെ ഗന്ധം. ആക്രമണ സംഘം 4 പാടും ചിതറി. പടക്കത്തിൻ്റെ ചീളുകൾ തെറിച്ച് പലർക്കും പരിക്കേറ്റിരുന്നു. പുകയടങ്ങിയപ്പോൾ രാരിച്ചനെ കാണാനില്ല. ചോരക്കളത്തിൽ ശരീരം ഛിന്നഭിന്നമായ നിലയിൽ മുത്തോലിക്കലെ ബേബി മരിച്ചു കിടപ്പുണ്ട്. തൊട്ടരികിൽ കാല് നഷ്ടപ്പെട്ട കൈതകൾ കുഞ്ഞൂട്ടിയും വലതു കൈ അറ്റുപോയ ജോണിയും ചോരയിൽ കുളിച്ച് ബോധമറ്റ് കിടപ്പുണ്ട്. ചെതറിപ്പോയ സംഘാംഗങ്ങൾ ഓടിയെത്തി. റോഡിൽ കണ്ട കാഴ്ച അവരെ നടുക്കി. പരിക്കേറ്റവരെ എത്രയും വേഗം ആശുപത്രിയിൽ എത്തിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഫിലിപ്പോസ് മുതലാളിയെ സമീപിച്ചത്. ജീപ്പ് വിട്ടുതരണമെന്ന് അപേക്ഷിച്ചതും. വാളംപറമ്പിൽ ജോസ് എല്ലാം വിശദീകരിച്ചു കഴിഞ്ഞപ്പോൾ ഫിലിപ്പോസ് മുതലാളിയുടെ പൂമുഖത്ത് നിശബ്ദത തളം കെട്ടി. സഹദേവനും സംഘവും തലതാത്തി നിന്നു. ഫിലിപ്പോസിൻ്റെയും വിൻസെൻറ്റിൻ്റെയും മുഖം വിളറിയിരുന്നു. നാട്ടുകാർക്കിടയിൽ ഒരു കുശുകുശുപ്പ് വ്യാപിച്ചു. തൻ്റെ ദൗത്യം അവസാനിച്ച മട്ടിൽ ജിജി തികഞ്ഞ ലാഘവത്തോടെ വീട്ടിനുള്ളിലേക്ക് കയറിപ്പോയി. കേരള എല്ലാവന്മാരും ജീപ്പിലോട്ട്, സിഐ നമ്പ്യാർ ആജ്ഞാപിച്ചു. രാരിച്ചനെ ആക്രമിച്ച സംഘത്തിലുണ്ടായിരുന്നവരെല്ലാം ഒരു ജീപ്പിൽ തള്ളിക്കയറ്റി. രാരിച്ചൻ സിഐ നമ്പ്യാർ കയറി ജീപ്പിലേക്കും കയറ്റി. ഞാനെന്ത് ചെയ്യണം? സിഐ നമ്പ്യാർ ഫിലിപ്പോസിനോട് ശബ്ദം താഴ്ത്തി ചോദിച്ചു. നിങ്ങളുടെ മകളാണ് എല്ലാം അവതാളത്തിലാക്കിയത്. ഞാൻ അതിനൊപ്പിച്ച് ശരിക്കങ്ങ് ഷൈൻ ചെയ്യുകയും ചെയ്തു, അല്ലേ? ഫിലിപ്പോസ് അമർഷത്തോടെ പറഞ്ഞു. അല്ലെങ്കിലും അവന്മാരെ പിന്തുണയ്ക്കാതിരിക്കുന്നതാ ഫിലിപ്പോസെ ബുദ്ധി. അവനെ വകവരുത്താനാണെങ്കിൽ വേറെ എന്തെല്ലാം മാർഗങ്ങളുണ്ട്. ഇനിയെങ്കിലും ഇത്തരം പൊട്ടം കളിക്കൊന്നും കൂട്ടുന്ന് ഫിലിപ്പോസ് പേര് നാട്ടിക്കരുത്. ഇനി ഉപദേശം കൂടി വേണ്ട. അവന്മാരെ ഞാനെന്ത് ചെയ്യണം? വേണമെങ്കിൽ കേസില്ലാതെ വിട്ടേക്കാം. പക്ഷെ ഒരുത്തൻ ചത്തതിനും മറ്റു 2 പേരുടെ കയ്യും കാലും പോയതിനും വേറെ വകുപ്പെഴുതി ഉണ്ടാക്കേണ്ടി വരും. ഒരുത്തനെ വെറുതെ വിടണ്ട. എല്ലാവന്മാരുടെയും പേരിൽ ഒരു കേസ് കിടന്നോട്ടെ. എന്നാലേ അവനൊക്കെ അടങ്ങിയൊതുങ്ങി കാൽച്ചോട്ട് കിടക്കും. പക്ഷേ അപ്പോൾ രാരിച്ചൻ നിരപരാധിയാകും. നിങ്ങളുടെ മകള് പറഞ്ഞതോ വാളംപറമ്പിൽ ജോസിൻ്റെ കുറ്റസമ്മതമോ ഒന്നും നോക്കണ്ട. വേണമെങ്കിൽ അവനെ പ്രതിയാക്കാൻ ഇപ്പോഴും വകുപ്പുണ്ട്. വേണ്ട, ഇനി താനൊരു പുല്ലും പൊളുത്തണ്ട. നാട്ടുകാരുടെ മുന്നിൽ വെച്ച് സത്യം പറയിച്ചിട്ട് ഇനി പ്ലേറ്റ് മറിച്ചിട്ട് കൂടി നാറ്റിക്കണ്ട, ഫിലിപ്പോസ് അമർഷത്തോടെ പറഞ്ഞു. രാരിച്ചൻ എന്ത് ചെയ്യണം? ഫിലിപ്പോസ് അല്പനേരം ആലോചിച്ചിരുന്നു. ഒരു വഴിയുണ്ട്. തൽക്കാലം അവനെ കൊണ്ടുപോയി ലോക്കപ്പിലടക്കി വിലം കഴിച്ചേക്കരുത്. ബാക്കി ഞാൻ അങ്ങോട്ട് വന്നിട്ട് കൈകാര്യം ചെയ്തോളാം. ഫിലിപ്പോസിൻ്റെ കുടിലത ഒളിഞ്ഞിരിക്കുന്ന കണ്ണുകളിൽ
ക്രൗര്യത്തിൻ്റെ ഒരു തിളക്കം മിന്നിമറിയുന്നത് CI നമ്പ്യാർ ശ്രദ്ധിച്ചു. ശരി, എന്നാൽ ഞങ്ങൾ പോയിക്കോട്ടെ. പിന്നൊരു കാര്യം, മാസ്റ്റർ എഴുതുമ്പോൾ എൻ്റെയും മോളുടെയും പേര് അതിലൊന്നും കാണരുത്. അത് പിന്നെ പ്രത്യേകം പറയണോ ഫിലിപ്പോസെ? ശരി. പോലീസ് സംഘം ജീപ്പിൽ കയറി കഴിഞ്ഞിരുന്നു. CI നമ്പ്യാരും ചെന്ന് കയറി. ജീപ്പുകൾ സ്റ്റേഷൻ ലക്ഷ്യമാക്കി നടന്നു. ജിജി സ്റ്റീരിയോയിൽ പർദേശിൻ്റെ ഓഡിയോ കാസറ്റ് ഇട്ട് കേൾക്കുകയായിരുന്നു. കൂടെ പാടാൻ ശ്രമിക്കുകയായിരുന്നു. ഫിലിപ്പോസും വിൻസെൻറ്റും പായസം കൂടി അവളുടെ മുറിയിലേക്ക് ഇരച്ചു കയറിച്ചു. ജിജി, ഇടിവെട്ടും പോലെ ഫിലിപ്പോസ് വിളിച്ചു. അവൾ സ്റ്റീരിയോയുടെ വോളിയം കുറിച്ചു. എന്താ പപ്പ, നീ പോലീസുകാരുടെ നാട്ടുകാരുടെ മുമ്പിൽ വെച്ച് എന്തൊക്കെയാ പറഞ്ഞത്? എന്നെ നാണം കെടുത്തി പച്ചയ്ക്ക് തൊലിയുരിച്ചല്ലോടി നീ. ജിജിയുടെ മുഖത്തേക്ക് ചൂണ്ടിയ ഫിലിപ്പോസിൻ്റെ കൈ കോപാധിക്യത്തിൽ വരയ്ക്കുന്നുണ്ടായിരുന്നു. അയ്യോ, ഞാൻ പപ്പയ്ക്ക് ദോഷമായിട്ടൊന്നും പറഞ്ഞില്ലല്ലോ. ആ കള്ളത്തെമ്മാടികൾക്ക് കൂട്ടുനിന്ന് ചീത്തപ്പേരുണ്ടാക്കരുതെന്നല്ലേ പറഞ്ഞുള്ളൂ. കണ്ണിച്ചോരവില്ലാത്ത കൊലപാതകികളല്ലേ അവറ്റകൾ. അവരെ ഒന്ന് വളർത്തിയത് പപ്പ, നമുക്ക് ദോഷമായിട്ട് വരും. പോലീസിൻ്റെ നാട്ടുകാരുടെ മുമ്പിൽ ഞാൻ വെറുതെ ഒരു നുണയനായില്ലടി. നിന്നെ ആരാ അങ്ങോട്ട് ക്ഷണിച്ചത്? ഈ നാട്ടിലെ വഴക്കിലും ബഹളത്തിലും നിനക്കെന്ത് കാര്യം? ജിജി ചിരിച്ചു. പപ്പയെ രക്ഷിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ അങ്ങനെയെല്ലാം പറഞ്ഞത്. പപ്പ തന്നെയല്ലേ പറഞ്ഞത് ആ പൊടിപ്പാറ വക്കൻ്റെ മകൻ രാരിച്ചൻ എന്തും ചെയ്യാൻ മടിയില്ലാത്തവനാണെന്ന്. പപ്പ അവനെതിരെ കള്ളമൊഴി കൊടുത്തിട്ട് അതിൻ്റെ പകരം വീട്ടാൻ അവൻ ജയിലിൽ നിന്ന് ചാടി വന്നാൽ എന്തു ചെയ്യും? അനിൽ കപൂറിൻ്റെ ഒരു ഹിന്ദി പടത്തിൽ അങ്ങനെ ഒരു കള്ളസാക്ഷി പറഞ്ഞിട്ട് ജയിലിൽ കയറ്റിയ ഒരു മുതലാളിയെ അനിൽ കപൂർ ജയിലിൽ ചാടി വന്ന് വെടിവെച്ച് കൊല്ലുന്നുണ്ട്. എനിക്കെൻ്റെ പപ്പയുടെ ജീവന വലുത്, അല്ലാതെ വെട്ടും കുത്തുമായിട്ട് നടക്കുന്ന തെമ്മാടികളല്ല. കൗമാര സഹജമായ ഒരു നിഷ്കളങ്കത ഭാവിച്ചുകൊണ്ട് അവൾ പറഞ്ഞു. കോപാധിക്യം കൊണ്ട് ദേഹം മുഴുവൻ വിറച്ചു കയറിയെങ്കിലും മകളോട് പറയാൻ ഒരു മറുപടിയുമില്ലാതെ ഫിലിപ്പോസ് നിസ്സഹായനായിപ്പോയി. അവളോട് പറയുന്നതിലും ഭേദം വല്ല പോത്തിനോടും ചെന്ന് പറയുന്നത് പാപ്പ. ഹിന്ദി സിനിമ അല്ലാതെ എന്തെങ്കിലും ഒരു മണ്ണാങ്കട്ട അവളുടെ തലയിലുണ്ടോ? ഇത്രയും വിവരമില്ലാത്തൊരു ജന്തു. വിൻസെൻ്റ് രോഷത്തോടെ പറഞ്ഞു. എനിക്ക് വിവരമില്ല, സമ്മതിച്ചു, പോരെ? ജിജി അത് വകവെച്ച് കൊടുത്തു. ജിജി, ഇനി മേലിലെങ്കിലും ഇതുപോലത്തെ പ്രശ്നങ്ങളിൽ ഇടപെടരുത്. അതുകൊണ്ട് പല അപകടങ്ങളും ഉണ്ട്, നിനക്കറിയാൻ മേല. നീ ഗുണത്തിനാണെന്ന് വിചാരിച്ച് ചെയ്യുന്നത് ചിലപ്പോൾ ദോഷമായിട്ടേ വരും. ഇവിടുത്തെ പ്രശ്നങ്ങൾ ഞങ്ങൾ ആണുങ്ങൾ കൈകാര്യം ചെയ്തോളാം, മനസ്സിലായോ? ഓക്കെ പപ്പ, ഇതെന്നോട് നേരത്തെ പറഞ്ഞാൽ പോരായിരുന്നോ? ഒരു മന്ദബുദ്ധി എന്ന പോലെ സഹതാപത്തോടെ അവളെ നോക്കിയിട്ട് വിൻസെൻറ്റും ഫിലിപ്പോസും മുറിയിൽ നിന്ന് ഇറങ്ങിപ്പോയി. ജിജി ചെന്ന് വാതിലടച്ചിട്ട് നിലക്കണ്ണാടിയുടെ മുമ്പിൽ വന്നു. കണ്ണാടിയിൽ ഒട്ടിച്ചിരുന്ന ഹിന്ദി നടിയുടെ ചിത്രത്തിലേക്ക് നോക്കിക്കൊണ്ട് അവൾ പറഞ്ഞു. മൈ ഡിയർ കാജൽ, വേണ്ടി വന്നാൽ നിന്നെയും ഞാൻ കടത്തിവിട്ടു, നീ കണ്ടില്ലേ? പക്ഷേ എനിക്ക് ആര് ചാൻസ് തരാൻ അല്ലേ? വൈകുന്നേരം ഫിലിപ്പോസും വിൻസെൻറ്റും കൂടി പീരുമേട്ടിലെത്തി. സർക്കിൾ ഇൻസ്പെക്ടർ നമ്പ്യാരെ കണ്ട് സംസാരിച്ചു. എല്ലാവരെയും ലോക്കപ്പിലിട്ടിരിക്കല്ലേ? ഫിലിപ്പോസ് ചോദിച്ചു. അതെ, രാരിച്ചനെയും. വേറെ വേറെയാണോ അതോ ഒന്നിച്ചാണോ? രാരിച്ചനെ വേറെ മാറ്റിയിട്ടിരിക്കുകയാണ്. രാത്രി ആകുമ്പോൾ ഒന്നിച്ചിട്ടേക്ക്. അവന്മാർ കലികേറിയിരിക്കല്ലേ. അതിലൊരുത്തൻ ചാവുകയും മറ്റു രണ്ടുപേരുടെ കയ്യും കാലും പോവുകയും ചെയ്തല്ലേ. അതിൻ്റെ പക കാണും. അത് തീർക്കാൻ ഒരവസരം കൊടുത്തേക്ക്. എന്നിട്ട് CI നെറ്റി ചൊളിച്ചു. നമ്പ്യാരെ പൊട്ടം കളിക്കല്ലേ. രാത്രിയിൽ അവരവനെ കൈകാര്യം ചെയ്തോളൂ. അതിനു വേണ്ട പൂള് ഞാൻ തിരികിക്കോളാം. ഒരു കാര്യം, അവൻ്റെ വിലം കഴിച്ചേക്കരുത്. നാളെ നേരം പുലരുമ്പോൾ ലോക്കപ്പിൽ അവൻ്റെ ശവമേ ശേഷിക്കാം. എനിക്കോ നിങ്ങൾക്കോ ഒരു പ്രശ്നം ഉണ്ടായില്ല. എന്താ ഏറ്റോ? 2 നിമിഷം ആലോചിച്ച ശേഷം CI തലകുലുക്കി. ഏറ്റു. അയാൾ വാക്കു കൊടുത്തു. അധ്യായം 15. മാധവൻ്റെ മകൻ പ്രസാദിൻ്റെ ചുറ്റും ചെറുപ്പക്കാരുടെ ഒരു സംഘം ഉണ്ടായിരുന്നു. പോലീസ് വെറുതെ വിട്ടാലും നമ്മളാരും അവനെ വെറുതെ വിടാൻ പോകുന്നില്ല, പ്രസാദ് ആവേശത്തോടെ പറഞ്ഞുകൊണ്ടിരുന്നു. മുത്തോലിക്കല ബേബിയുടെ ജീവന് കണക്ക് തീർക്കുക തന്നെ ചെയ്യും. കയ്യും കാലും നഷ്ടപ്പെട്ട കുഞ്ഞുകുട്ടിയെയും ജോണിക്കുട്ടിയെയും നമുക്ക് ആർക്കും മറക്കാൻ പറ്റില്ല. അവൻ്റെ കയ്യും കാലും തലയും വെട്ടിയരിഞ്ഞു വേണം നമ്മളിതിന് പകരം വിട്ടാൻ. അടുത്ത തവണ അവൻ രക്ഷപ്പെടാൻ ഒരു പഴുതും കൊടുക്കരുത്, അറക്കൽ സേവിയർ പറഞ്ഞു. ഫിലിപ്പോസ് മുതലാളിയുണ്ട് എന്ത് സഹായത്തിനും. പിന്നെ എന്നാ പേടിക്കാനാ? നിർത്തടാ പട്ടികളെ. ബഷീറിൻ്റെ കടയിൽ നിന്നും ഇറങ്ങി വന്ന മണിമല മത്തായി ആക്രോശിച്ചു. കുറേ നേരമായാലൂടെ കുരയ്ക്കാൻ തുടങ്ങിയിട്ട്. എന്താ ചേട്ടാ കാര്യം? ചേട്ടനെന്താ പെട്ടെന്ന് അങ്ങനെ ചൂടാകാൻ? സേവിയർ ചോദിച്ചു. എടാ, ആണുങ്ങളായ നേരും നിറയും വേണം. നീയൊക്കെ കൂടി എന്തായിരുന്നടാ ആ കുരിശുമൂട് കവലയിൽ പരത്തിയത്? രാരിച്ചൻ നിങ്ങളെ ഒളിച്ചിരുന്ന് ആക്രമിച്ചെന്ന്, പടക്കം എറിഞ്ഞ് മുത്തോലിക്കൽ ബേബിയെ കൊന്നെന്ന് അല്ലടാ. അത് വിശ്വസിക്കാനും കലിയിളകി അവനെതിരെ പോർ വിളിക്കാനും കുറേ നാട്ടുകാരും. അതിനിപ്പോൾ എന്നാ പറ്റി? പ്രസാദ് മത്തായിയുടെ നേർക്ക് നെറ്റിച്ചുടിച്ചു. അവൻ നിങ്ങളെയല്ല
നിങ്ങൾ അവനെയാണ് പടക്കമറിഞ്ഞ് കൊല്ലാൻ നോക്കിയതെന്ന് പോലീസ് അടക്കം സകലരും അറിഞ്ഞില്ലടാ. രാരിച്ചനെ കൊല്ലാൻ അന്ന് നിൻ്റെ വീട്ടിൽ വെച്ച് ഗൂഢാലോചന നടത്തിയപ്പോഴേ ഞാൻ പറഞ്ഞതല്ലേ വേണ്ടാന്ന്. അന്നൊരുത്തനും കേട്ടില്ല. ഒരുത്തനെ കൊലയ്ക്ക് കൊടുക്കുകയും 2 പേരുടെ കൈയും കാലും നഷ്ടപ്പെടുത്തുകയും ചെയ്തിട്ടും നിനക്കൊന്നും തൃപ്തിയായില്ല അല്ലേടാ. നഷ്ടപ്പെട്ട ജീവനും ചിതറിപ്പോയ കൈകാലുകളും തിരിച്ചു കൊടുക്കാൻ ഈ ജന്മം മുഴുവൻ പയറ്റിയ പറ്റോടാ നിന്നെക്കൊണ്ട്. അതിനാരും മറുപടി പറയാനുണ്ടായിരുന്നില്ല. താൻ കുഴിച്ച കുഴിയിൽ താൻ തന്നെ വീണിട്ട് ആരാരോട് പ്രതികാരം ചെയ്യത്രേ. ചോപ്പ് കണ്ട കാളയെപ്പോലെ ചിലർക്ക് ചോര കണ്ടപ്പോൾ ഇളക്കം. മാനം മര്യാദയ്ക്ക് അവനവൻ്റെ കാര്യം നോക്കി ജീവിച്ച അതാ നിനക്കൊക്കെ നല്ലത്. അതും പറഞ്ഞ് മത്തായി റോഡേ കൂടി നടന്നുപോയി. രാരിച്ചൻ്റെ വീട്ടിൽ ശ്മശാന മുകുതയായിരുന്നു. എന്തൊക്കെയാണ് സംഭവിച്ചതെന്നോ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്തൊക്കെയെന്നോ ആർക്കും നിശ്ചയമില്ല. ത്രേസ്യാമ്മയും മക്കളും എന്തു ചെയ്യണമെന്നറിയാതെ ഉഴറുകയായിരുന്നു. ഇന്നലെ പാതിരാത്രിക്ക് രാരിച്ചൻ ദേഹത്തങ്ങിങ് മുറിവുകളുമായിട്ട് ചോര പുരണ്ട കീറിപ്പറഞ്ഞ വേഷത്തിൽ വീട്ടിലേക്ക് കയറി വന്നപ്പോഴുണ്ടായിരുന്ന നടുക്കം ഇനിയും മാറിയിട്ടില്ല. പച്ചക്കാനത്ത് വെച്ച് ഒരു സംഘം ആളുകൾ തന്നെ കൊല്ലാൻ ശ്രമിച്ചുവെന്നും കഷ്ടിച്ച് രക്ഷപ്പെട്ടെന്നും മാത്രമേ അവൻ അവരോട് പറഞ്ഞുള്ളൂ. റോഡിൽ വലിയ സ്ഫോടനമുണ്ടാവുകയും ആരുടെയൊക്കെയോ നിലവിളികൾ കേൾക്കുകയും ചെയ്തപ്പോൾ ക്രമേണ സംഘം ചിതറി. ആ തക്കം നോക്കി അവൻ രക്ഷപ്പെടുകയായിരുന്നത്രേ. അമ്മയും പെൺമക്കളും അവനെ ഒരുപാട് നിർബന്ധിച്ചതാണ്. രാരിച്ച മോനെ, നീ ഈ നാട് വിട്ട് എങ്ങോട്ടെങ്കിലും പോ, രാത്രി തന്നെ പോയിക്കോ, ഞങ്ങളിവിടെ എങ്ങനെയെങ്കിലും കഴിഞ്ഞോളാം. എന്നാൽ രാരിച്ചൻ അതിന് തയ്യാറായില്ല. ഞാനൊരു തെറ്റും ചെയ്തിട്ടില്ല അമ്മ. ഇവിടുന്ന് രായ്ക്കു രാമാനം ഞാൻ ഒളിച്ചോടി ഞാനാണ് അവരെ കൊല്ലാൻ ശ്രമിച്ചതെന്ന് അവർ പറഞ്ഞു പരത്തും. ജീവിതകാലം മുഴുവൻ പോലീസിനെ പേടിച്ച് ഏതെങ്കിലും നാട്ടിൽ പാത്തും പതുങ്ങിയും ജീവിക്കേണ്ടി വരും. ശത്രുക്കൾ തൻ്റെ മകൻ്റെ നേരെ എറിഞ്ഞ പടക്കം പൊട്ടാതിരുന്നതും അവൻ ജീവനോടെ രക്ഷപ്പെട്ടതും ദൈവാധീനം കൊണ്ട് മാത്രമാണെന്ന് ത്രേസ്യാമ്മ കരുതി. ഇനിയും അവൻ പാലക്കരയിൽ ജീവിച്ചാൽ ഇതൊക്കെ ആവർത്തിക്കപ്പെടും. എതിരാളികൾക്ക് വൈരാഗ്യം ഇരട്ടിച്ചിരിക്കാനേ വഴിയുള്ളൂ. മോളി അവൻ്റെ മുറിവുകളും കഴുകിക്കെട്ടാനും മറ്റും തുനിഞ്ഞപ്പോൾ അവൻ വിലക്കി. വേണ്ട, നാളെ പോലീസ് വരും. അന്നേരം എന്നെ കൊല്ലാൻ ശ്രമിച്ചതിന് തെളിവ് വേണമല്ലോ. ചോര പുരണ്ട് കീറിപ്പറഞ്ഞ വേഷത്തോടെയാണ് അവൻ കിടന്നുറങ്ങിയത്. ത്രേസ്യാമ്മയും പെൺമക്കളും ആദിയോടെ രാത്രി മുഴുവൻ പ്രാർത്ഥനയും കണ്ണീരുമായി ഉറക്കം വിളിച്ചിരിക്കുകയാണ്. രാരിച്ചൻ പറഞ്ഞതുപോലെ തന്നെ രാവിലെ പോലീസ് എത്തുകയും അവനെ വിലങ്ങ് വെച്ചും അടിച്ചും ചവിട്ടിയും തെറികൊണ്ട് അഭിഷേകം നടത്തിയും റോഡിൽ കിടന്ന ജീപ്പിനരികിലേക്ക് നടത്തിക്കൊണ്ടുപോവുകയും ചെയ്തു. രാരിച്ചന് എന്താണ് പറയാനുള്ളതെന്ന് കേൾക്കാൻ പോലും അവർ തയ്യാറായില്ല. പിന്നീടാണ് ബേബിച്ചൻ കൊല്ലപ്പെട്ട വിവരവും കുഞ്ഞുകുട്ടിക്കും ജോണിക്കും കയ്യും കാലും നഷ്ടപ്പെട്ട വിവരവും ത്രേസ്യാമ്മ അറിഞ്ഞത്. അതോടെ അവർ തളർന്നുപോയി. രാരിച്ചൻ ഒളിച്ചിരുന്ന് പടക്കമറിഞ്ഞ് കൊലപ്പെടുത്തിയെന്നായിരുന്നു ജനസംസാരം. തൻ്റെ മകൻ കൊലക്കുറ്റത്തിന് ഉത്തരം പറയേണ്ടി വരുമെന്ന് ആ അമ്മയ്ക്കും മക്കൾക്കും ഉറപ്പായി. എല്ലാ കുറ്റവും അവനിൽ അടിച്ചേൽപ്പിക്കപ്പെട്ടു. അവനെ രക്ഷിക്കാനോ അവനു വേണ്ടി വാദിക്കാനോ ആരും ഉണ്ടാവുകയില്ല. അവൻ്റെ ജീവിതം ഇതോടെ തീർന്നു. രാരിച്ചനോടുള്ള പക തീർക്കാൻ നാട്ടുകാർ എപ്പോഴാണ് തങ്ങളുടെ മേൽ ചാടി വീഴുക, ഈ വീട് ചുട്ടരിക്കുകയെന്നും അവർ ഭയന്നുകൊണ്ടിരുന്നു. മരണവീട്ടിലെന്ന പോലെ ഒരു മൂകതയും ദുഃഖവും അവിടെ തളം കെട്ടിയിരുന്നു. മുറ്റത്താരോ ചുമയ്ക്കുന്നത് കേട്ട് ത്രേസ്യാമ്മ ആശങ്കയുടെ തിണ്ണയിലേക്ക് ഇറങ്ങിച്ചെന്നു. ഒരു യുവാവ് മുറ്റത്ത് നിൽക്കുന്നതാണ് അവർ കണ്ടത്. അയാൾ തങ്ങളെ ഉപദ്രവിക്കാൻ വന്നതാണോ എന്ന ഭീതിയോടെ ത്രേസ്യാമ്മ അയാളെ നോക്കി. എന്നെ അറിയോ? മണിമല മത്തായിയാ ഞാൻ. ത്രേസ്യാമ്മ വെറുതെ തലയാട്ടി. നിങ്ങളാരും പേടിക്കണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നത്. ഇന്നലെ രാത്രിയിലുണ്ടായിരുന്ന കുഴപ്പങ്ങൾക്കൊന്നും ഉത്തരവാദി രാരിച്ചനല്ലെന്ന് നാട്ടുകാരെല്ലാം അറിഞ്ഞു കഴിഞ്ഞു. അവരെല്ലാം കൂടി രാരിച്ചനെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ അബദ്ധത്തിൽ പടക്കം പൊട്ടി സംഭവിച്ചതാണെന്ന് അവർ തന്നെ പോലീസിനോട് ഏറ്റുപറഞ്ഞിട്ടുണ്ട്. ആ വാക്കുകൾ ത്രേസ്യാമ്മയുടെ ഹൃദയത്തിലുളവാക്കിയ വികാരങ്ങൾക്ക് വിവരണാതീതമായിരുന്നു. നീറുന്ന വേദനയ്ക്കുമേതെ ഒരു തലോടൽ പോലെ, കൊടും ചൂടിൽ വെന്ത് കരിയുന്ന മരുഭൂമിയിൽ ഒരിറ്റ് കുളിർജലം പോലെ, ദൈവത്തിൻ്റെ സ്വാതന്ത്ര്യം പോലെ. ഇന്നോളം തങ്ങളെ വെറുക്കുകയും ശപിക്കുകയും ചെയ്ത നാട്ടുകാർക്കിടയിൽ നിന്നും ഒരാൾ തങ്ങൾക്ക് വേണ്ടി സംസാരിക്കാനെത്തിയിരിക്കുന്നു. വിഷമിക്കണ്ട, രാരിച്ചൻ തിരിച്ചു വരും. പോട്ടെ. മണിമല മത്തായി തിരിഞ്ഞു നടന്നു. ത്രേസ്യാമ്മ നിറകണ്ണുകളോടെ അങ്ങനെ തന്നെ നിന്നു. സി നമ്പ്യാർ ആകെ ആശയക്കുഴപ്പത്തിലായി. രാരിച്ചനെ അവൻ്റെ ശത്രുക്കൾക്ക് ഇരയായിട്ട് കൊടുത്തേക്കാൻ പറഞ്ഞിട്ടാണ് ഫിലിപ്പോസ് മുതലാളി പോയിരിക്കുന്നത്. രാത്രിയിൽ രാരിച്ചൻ കൊല്ലപ്പെട്ട ഫിലിപ്പോസിൻ്റെ കയ്യിൽ നിന്നും അതിന് പാരിതോഷികം കിട്ടുമെന്ന് ഉറപ്പാണ്. പക്ഷേ ലോക്കപ്പിൽ വെച്ചൊരു മരണം നടന്നാൽ അതിൻ്റെ ഉത്തരവാദിത്തം പോലീസിൻ്റെ തലയിൽ വന്നു ചേരും. ലോക്കപ്പ് മരണമെന്ന് പത്രങ്ങൾ കൊട്ടിഘോഷിക്കാൻ മതി. ഇവിടെ തനിക്ക് തലയൂരാൻ ഒരു പഴുതുണ്ട്.
രാരിച്ചിൻ്റെ പ്രതിയോഗികളാണ് അയാളെ വകവരുത്താൻ പോകുന്നത്. ലോക്കപ്പിൽ വെച്ച് പോലീസ് ചോദ്യം ചെയ്യുന്നതിനിടെ രാരിച്ചിൻ്റെ എതിരാളികൾ അവൻ്റെ മേൽ ചാടി വീണ് കഥകടിച്ചെന്ന് വരുത്താം. മിന്നലാക്രമണമായിരുന്നതിനാൽ പോലീസിന് തടയാൻ കഴിഞ്ഞില്ലെന്നും സംഗതികൾ നിയന്ത്രണാതീതമായപ്പോഴേക്കും രാരിച്ചിനെ അവർ വകവരുത്തി കഴിഞ്ഞിരുന്നു എന്നും പറയാം. ചിലപ്പോൾ ഒച്ചപ്പാടും ബഹളവും ഒന്നും കൂടാതെ എല്ലാം ഒതുക്കത്തിൽ തേഞ്ഞു മാഞ്ഞു പോയെന്ന് വരാം. രാരിച്ചിന് വേണ്ടി ശബ്ദമുയർത്താൻ ആരുമുണ്ടാവില്ല എന്നതൊരു പ്ലസ് പോയിൻ്റാണ്. CI നമ്പ്യാർ SIക്ക് നിർദ്ദേശം കൊടുത്തിട്ടാണ് ക്വാർട്ടേഴ്സിലേക്ക് പോയത്. രാത്രിയിൽ ആ പൊടിപ്പാറ വക്കൻ്റെ മകനെ മറ്റവരുടെ ലോക്കപ്പിലേക്ക് മാറ്റിയേക്ക്. ഫിലിപ്പോസ് മുതലാളി പാലക്കരയിൽ മടങ്ങുന്നതിന് മുമ്പ് ലോക്കപ്പിൽ ചെന്ന് സഹദേവനെയും കൂട്ടുകാരെയും കാണുകയുണ്ടായി. രാത്രിയിൽ പോലീസ് രാരിച്ചിനെ ഈ ലോക്കപ്പ് മുറിയിലെത്തിക്കും. യുക്തം പോലെ ചെയ്തോണം. 8 പേരില്ലേ നിങ്ങൾ. പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലൊരു അവസരം കിട്ടിയെന്ന് വരില്ല. സഹദേവൻ്റെ കണ്ണുകൾ തിളങ്ങി. അവൻ പക്ഷേ കരുതിയില്ലേ ഇരിക്കൂ. 8 പേരൊക്കെ അവന് നിസാരമായിരിക്കും. അഭ്യാസിയല്ലേ? സഹദേവൻ സംശയം പ്രകടിപ്പിച്ചു. മടയ കൈവിലങ്ങളോടെ അവനെ ഇങ്ങോട്ട് എത്തിക്കുന്നത്. എത്ര വലിയ അഭ്യാസിയാണെങ്കിലും കയ്യിൽ വിലങ്ങുണ്ടെങ്കിൽ എന്തു ചെയ്യാനൊക്കും, അതും 8 പേരോട്. അവൻ ബഹളം വെച്ചാലോ പോലീസുകാർ ഓടിക്കൂടില്ലേ? എന്ത് ബഹളമുണ്ടായാലും ഒരൊറ്റ പോലീസുകാരനും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കില്ലെന്ന് ഉറപ്പു തരാം. അതുപോലെ. പക്ഷെ ലോക്കപ്പിൽ വെച്ച് കൊന്നാൽ അതൊന്നാം തരം തെളിവല്ലേ? ഞങ്ങളാണ് അവനെ കൊന്നതെന്ന് ഞങ്ങൾ 8 പേരും തൂങ്ങേണ്ടി വരില്ലേ? രക്ഷപ്പെടാൻ യാതൊരു പഴുതുമില്ലല്ലോ. അതേസമയം പുറത്തു വെച്ചാണെങ്കിൽ കള്ളത്തെളിവുണ്ടാക്കി രക്ഷപ്പെടാം. ഈ പന്നിക്ക് താൻ വിചാരിച്ചതിനേക്കാൾ ബുദ്ധിയുണ്ടല്ലോ എന്ന് ഫിലിപ്പോസ് ഓർത്തു. എടാ മണ്ട, ലോക്കപ്പ് മരണത്തിന് ആരാ ഉത്തരവാദി? ആരാ? പോലീസ്, അല്ലാതാരെ? ഫിലിപ്പോസ് മുതലാളി 4 പാടും നോക്കിയിട്ട് ശബ്ദമടക്കി പറഞ്ഞു. കേസ് കോടതിയിൽ വരുമ്പോൾ നിങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിന്നാൽ മതി. രാരിച്ചനെ പോലീസുകാർ മർദ്ദിച്ചു കൊന്നിട്ട് ആ കുറ്റം നിങ്ങളുടെ മേൽ കെട്ടിവെക്കാൻ വേണ്ടിയിട്ട് ശവം നിങ്ങളുടെ ലോക്കപ്പ് റൂമിൽ കൊണ്ടുവന്ന് തള്ളിയതാണെന്ന് പറഞ്ഞാൽ പോരെ? നിങ്ങളെ ചെന്ന് നോക്കുമ്പോൾ അവൻ ശവമായി കഴിഞ്ഞിരുന്നെന്നും കാച്ചിയേക്കണം. ബാക്കിയൊക്കെ വക്കീൽ ചെയ്തോളൂ. പിന്നെ ഞാനില്ല നിങ്ങളുടെ കൂടെ. അതൊരു നല്ല ആശയമാണെന്ന് സഹദേവന് തോന്നി. അയാൾ സാവധാനം തലയാട്ടി. എന്നാൽ അങ്ങനെ തന്നെ. ഞാനിപ്പം പാലക്കരയ്ക്ക് തിരിച്ചു പോവുകയാണ്. നാളെ നേരം വെളുക്കുമ്പോൾ രാരിച്ചിൻ്റെ ശ്വാസം ഭൂമിയിലുണ്ടാകരുത്. അത് നിങ്ങളുടെ മിടുക്ക്. ഫിലിപ്പോസ് മുതലാളി പോയി. സഹദേവൻ തൻ്റെ സംഘാംഗങ്ങളെയെല്ലാം അടക്കത്തിൽ വിളിച്ച് വിവരങ്ങൾ ധരിപ്പിച്ചു. രാരിച്ചിനെ ഒതുക്കത്തിൽ തങ്ങളുടെ കയ്യിൽ കിട്ടുന്നതിൽ എല്ലാവർക്കും സന്തോഷമേ ഉണ്ടായിരുന്നുള്ളൂ. പച്ചക്കാലത്ത് റോഡിൽ ചിതറിപ്പോയ ചോരയ്ക്കും നഷ്ടപ്പെട്ട ജീവനും അറ്റുപോയ അവയവങ്ങൾക്കും കണക്കു തീർക്കാൻ ഒരു സുവർണാവസരം. എങ്ങനെ കൊല്ലണം? ദേവസിക്കുട്ടി ചോദിച്ചു. എല്ലാം മുൻകൂട്ടി നിശ്ചയിക്കണം. ആ സമയത്ത് ഒരു പിഴ പറ്റരുത്. നമ്മുടെ കയ്യിൽ ആയുധങ്ങളൊന്നുമില്ലല്ലോ. മോനായി കുണ്ഠിതപ്പെട്ടു. എന്തോന്നിൻ്റെ ആയുധം? ഉണ്ടെങ്കിലും അത് ഉപയോഗിക്കാൻ പാടില്ല. നമുക്കതിൽ തെളിവാകും. ശ്വാസം മുട്ടിച്ച് കൊല്ലുന്നതാണ് ബുദ്ധി. ഒന്നുകിൽ തുണി പിരിച്ച് കഴുത്തിൽ കുടുക്കി വരിഞ്ഞു മുറുക്കണം, അല്ലെങ്കിൽ ഇവിടെ കിടക്കുന്ന ജമുക്കാളം കൊണ്ട് വായും മൂക്കും പൊത്തിപ്പിടിക്കണം. വിലങ്ങുള്ളത് കൊണ്ട് അവൻ എതിർക്കാനൊന്നും പറ്റില്ല. കാലിട്ടടിച്ച് ബഹളമുണ്ടാക്കാതെ നോക്കിയാൽ മതി, സഹദേവൻ പറഞ്ഞു. അവർ തമ്മിൽ കൂടിയാലോചിച്ച് ഒരു ധാരണയിലെത്തി. രാത്രി 9 മണിക്കാണ് 2 പോലീസുകാർ രാരിച്ചിനെ സഹദേവനും മറ്റും കിടക്കുന്ന സെല്ലിലേക്ക് കൊണ്ടുവന്നത്. അവനെ ലോക്കപ്പ് മുറിയിലാക്കിയിട്ട് അവർ പുറത്തു കടന്ന് അഴിവാതിലടച്ചു. ലോക്കപ്പ് റൂമിൽ അങ്ങിങ്ങായി ഉറക്കം തൂങ്ങുന്ന മട്ടിലിരിക്കുകയായിരുന്നു സഹദേവനും സംഘാംഗങ്ങളും. രാരിച്ചൻ അവരെല്ലാം മാറി മാറി നോക്കി. പിന്നെ സിമൻ്റ് ഭിത്തി ചാരി കാലുകൾ നീട്ടിവെച്ചിരുന്നു. കയ്യിൽ വിലങ്ങുള്ളതിനാൽ ചലനങ്ങൾക്കെല്ലാം ഒരു തടസ്സമുണ്ടായിരുന്നു. സഹദേവൻ്റെ കണ്ണുകൾ ഉറക്കം നടിച്ച് പതുങ്ങിക്കിടക്കുന്ന പൂച്ചയുടെ കണ്ണുകൾ പോലെ തൻ്റെ മേൽ ഇടയ്ക്കിടെ പാളി വീഴുന്നത് രാരിച്ചൻ ശ്രദ്ധിച്ചു. സെല്ലിനുള്ളിൽ വിളക്കണഞ്ഞു. സ്റ്റേഷൻ റൂമിൽ നിന്നും ഇരമ്പഴികൾക്കിടയിലൂടെ കടന്നു വരുന്ന വെളിച്ചമേ ഉള്ളൂ. സ്റ്റേഷൻ വരാന്തയിൽ കാവൽ നിൽക്കുന്ന പറാവുകാരനെ കാണാം. ഇടയ്ക്ക് ഓരോ പോലീസുകാരൻ അങ്ങോട്ടും ഇങ്ങോട്ടും നീങ്ങുന്നുണ്ട്. സമയം കടന്നുപോയിക്കൊണ്ടേയിരിക്കുന്നു. നല്ല തണുപ്പ്, ദേഹനൊമ്പരം. രാരിച്ചൻ അങ്ങനെ ഇരുന്ന് മയങ്ങിപ്പോയി. ആരൊക്കെയോ ചേർന്ന് തന്നെ പിടിച്ചുകെട്ടി ഒരു ചാക്കിനുള്ളിലാക്കി വലിയൊരു കയത്തിലേക്ക് ചവിട്ടിത്താഴ്ത്തുന്നതായുള്ള ഒരു ദുസ്വപ്നം കാണുകയായിരുന്നു അവൻ. ചാക്കിനുള്ളിലായിരുന്നതിനാൽ അനങ്ങാൻ കഴിയുന്നില്ല. വെള്ളത്തിനടിയിലേക്ക് താണു പോവുകയാണ്. ശ്വാസം മുട്ടി പുഴുവിനെ പോലെ പൊളിയുന്നുണ്ട്. ഇതിൽ നിന്നും തനിക്ക് രക്ഷയില്ലെന്നും ഇത് തൻ്റെ മരണമാണെന്നും അവൻ കരുതി. അപ്പോഴേക്കും പേക്കിനാവിൽ നിന്നും ഞെട്ടിയുണ്ടെന്ന്. ഉവ്വ്, ശ്വാസം മുട്ടുന്നുണ്ട്. കണ്ണു കാണാൻ വയ്യ. വലിയൊരു കട്ടിത്തുണി കൊണ്ട്
കഴുത്തിന് മുകളിലേക്ക് പൊതിഞ്ഞിരിക്കുന്നു. തല സിമൻ്റ് തറയിൽ ഭിത്തിയിൽ ബലമായി ചേർത്ത് പിടിച്ചിരിക്കുന്നു. ആരോ കഴുത്ത് ഞെരിക്കുന്നുണ്ട്. രാരിച്ചൻ കാലിട്ടടിച്ചു. അവൻ്റെ കാല് ചവിട്ടി ഇരുത്തി പിടിക്കടാ. ആരോ പല്ല് കടിച്ചമർന്നു. കൈകളും ആരൊക്കെയോ അമർത്തിപ്പിടിച്ചിട്ടുണ്ട്. രാരിച്ചനൊന്ന് പിടഞ്ഞു. കാലുകളിലെ പിടുത്തം മാഞ്ഞതോടെ കാലുകൾക്ക് മീതേക്ക് ഉയർത്തി വായുവിലൊന്ന് ചുഴറ്റി. ഒരു സീൽക്കാര ശബ്ദമായിരുന്നു. രാരിച്ചിൻ്റെ പുറംഭാഗം നിലത്തൂന്നിയ നിലയിൽ കാലുകൾ മുകളിലേക്ക് ഉയർന്നു നിരന്തരം ചലിച്ചുകൊണ്ടിരുന്നു. കൈകളേക്കാൾ വേഗത്തിലും ശക്തിയിലും അവ അവരുടെ മേൽ ആഞ്ഞു പതിച്ചു. കാലുകൊണ്ടുള്ള അടിയേറ്റ് മോനായും ദേവസിക്കുട്ടിയും തെറിച്ചു വീണു. രാരിച്ചിൻ്റെ കഴുത്തു ഞെരിച്ചുകൊണ്ടിരുന്ന സഹദേവൻ്റെ പിടലിയിൽ തന്നെ ആ കാലുകൾ കത്രിക പൂട്ടിട്ട് ഞെരുക്കി. അതേ നിലയിൽ തന്നെ അവനെ പൊക്കിയെടുത്ത് സെല്ലിൻ്റെ മൂലയിലേക്ക് എറിഞ്ഞു. സഹദേവനും സംഘവും അന്തം വിട്ടുപോയിരുന്നു. രാക്ഷസൻ്റെ കൈകൾ പോലെ തോന്നി അവർക്ക് അവൻ്റെ കാലുകൾ. ഒരാൾക്ക് തൻ്റെ കാലുകൾ കൊണ്ട് ഇത്ര വേഗത്തിൽ, ഇത്ര കരുത്തോടെ, ഇത്ര കൃത്യതയോടെ ചലിപ്പിക്കാൻ കഴിയുമോ? 8 പേരും കൂടി വീണ്ടും ചാടി വീഴുമ്പോഴേക്കും രാരിച്ചൻ തൻ്റെ കഴുത്തും മുഖവും മൂടിയിരുന്ന കറുത്ത ജമുക്കാളം വലിച്ചു മാറ്റി. പിന്നെ ഒരു കൂട്ടപ്പൊരിച്ചിലായിരുന്നു സെല്ലിനുള്ളിൽ. ഒരു വേള അവനെ പിടിച്ചെടുക്കാൻ കഴിഞ്ഞുവെന്ന് സഹദേവന് തോന്നിയ നിമിഷം രാരിച്ചനൊന്ന് കുനിഞ്ഞ് ക്ഷണം നിവരുകയും ചെയ്തു. അപ്പോൾ അവൻ്റെ കയ്യിൽ ഒരു കയ്യിൽ മാത്രമേ വിലങ്ങുണ്ടായിരുന്നുള്ളൂ. സഹദേവൻ നടുക്കത്തോടെയാണ് അത് കണ്ടത്. ഇനി രാരിച്ചൻ്റെ ഊഴമായിരുന്നു. വലം കൈയിലെ വിലങ്ങ് കൂട്ടിപ്പിടിച്ചുള്ള ഇടിയേറ്റ് സഹദേവൻ്റെ 3 നിര പല്ലുകൾ തകർന്നുപോയി. കല്ലറക്കൽ മോനായുടെ മേൽചുണ്ട് പിളർന്ന് മുച്ചിറിയായി മാറി. വാളംപറമ്പിൽ ജോസിൻ്റെ മൂക്കിൻ്റെ പാലം ഇടിച്ചു താണു. ലോക്കപ്പ് മുറിക്കുള്ളിൽ പച്ച മാംസം ഇടിച്ചു ചതയ്ക്കുന്ന ശബ്ദം, ഞരക്കങ്ങളുടെ വീഴ്ചയും ഒച്ചയും അമർത്തിയ മൂളലുകളും ഉയർന്നു. പോലീസുകാരിൽ ചിലർ ലോക്കപ്പ് റൂമിൻ്റെ വാതിൽക്കൽ ചെന്ന് നോക്കി. എന്താടാ അവിടെ ബഹളം? സെല്ലിൻ്റെ മങ്ങിയ ഇരുട്ടിലേക്ക് നോക്കിക്കൊണ്ട് ഒരു കോൺസ്റ്റബിൾ ചോദിച്ചു. സാർ, രക്ഷിക്കണേ, ഇവൻ ഞങ്ങളെയൊക്കെ ഇടിച്ചു കൊല്ലുകയാ. മോനായി ധീനമായി ഞരങ്ങി. പെട്ടെന്ന് വാതിൽ തുറക്കപ്പെട്ടു. ലോക്കപ്പിനുള്ളിൽ വെളിച്ചം വീണു. പോലീസ് നോക്കുമ്പോൾ രാരിച്ചൻ ഭിത്തി ചാരി അനങ്ങാതെ നിൽപ്പുണ്ട്. മുഖത്തും തലയിലുമൊക്കെ ചോരയേൽപ്പിച്ച് അവിടെ ചിതറിക്കിടക്കുകയാണ് ബാക്കി 8 പേരും. ഒരു കോൺസ്റ്റബിൾ രാരിച്ചൻ്റെ നേർക്ക് ആക്രോശിച്ചു. നീയാണോടാ റാസ്കൽ ഇവരെ ആക്രമിച്ചത്? രാരിച്ചൻ വിലങ്ങിട്ട കൈകൾ മുമ്പോട്ട് നീട്ടി. വിശ്വാസം വരാതെ പോലീസുകാർ വീണ്ടും വീണ്ടും നോക്കി. വിലങ്ങിട്ട കൈകളോടെ ഒരുവൻ 8 പേരെ അടിച്ച് നിലംപരിശാക്കുക എന്ന് പറഞ്ഞാൽ അത് തീർത്തും അവിശ്വസനീയം. അടി നടന്നിട്ടുള്ളതെന്ന് വ്യക്തം. CI വിവരം അറിയിക്കും, ഹെഡ് കോൺസ്റ്റബിൾ അച്യുതൻ പിള്ള പറഞ്ഞു. പോലീസുകാർ വാതിൽക്കൽ തന്നെ നിലയുറപ്പിച്ചു. ഒരു കോൺസ്റ്റബിൾ CIയെ വിളിക്കാൻ പോയി. 1/4 മണിക്കൂറിനുള്ളിൽ CI നമ്പ്യാരെത്തി. രാരിച്ചൻ ജീവനോടെ ലോക്കപ്പിനുള്ളിൽ നിൽക്കുന്നത് കണ്ട് അയാൾ അത്ഭുതപ്പെട്ടു. എന്താ ഇവിടെ പ്രശ്നം? അയാൾ ലോക്കപ്പിനുള്ളിലേക്ക് കയറി. സാർ, ഈ കള്ളക്കഴിവേറി ഇവരെല്ലാം അടിച്ച് കൊല്ലാറാക്കിയിട്ടിരിക്കുന്നു. ഇവൻ ഒറ്റയ്ക്കോ? ഇവരെങ്ങനെയാണ് പറയുന്നത്? രാരിച്ചൻ തൻ്റെ വിലങ്ങിട്ട കൈകൾ സിയുടെ മുമ്പിലേക്ക് നീട്ടിപ്പിടിച്ചു. ഇതെങ്ങനെ വിശ്വസിക്കുക അച്യുത? ഇവൻ്റെ കയ്യിലെ വിലങ്ങ് കണ്ടില്ലേ? വിലങ്ങ് ഊരിപ്പിടിച്ചുകൊണ്ടാണ് സാർ അവൻ ഞങ്ങളെ അടിച്ചത്. സഹദേവൻ താടിയിലൂടെ ചോരയൊലിപ്പിച്ചുകൊണ്ട് നിരങ്ങി. നേരാണോടാ? CI നമ്പ്യാർ രാരിച്ചനോട് അടുത്തു. സാർ, വാച്ച് പോലെ തോന്നുമ്പോൾ ഊരാനും തോന്നുമ്പോൾ ഇടാനും പറ്റുന്ന ആഭരണമൊന്നുമല്ല ഈ വിലങ്ങെന്ന് പറയുന്ന സാധനം. റാസ്കൽ, നമ്പ്യാർ കൈവീശി ആഞ്ഞടിച്ചു. മുഖം വെട്ടിത്തിരിച്ചതിനാൽ അവൻ്റെ പിൻകഴുത്തിലാണ് അടികൊണ്ടത്. CI വീണ്ടും കൈ ആഞ്ഞു വീശി. രാരിച്ചൻ വിലങ്ങിട്ട കൈകൾ ഒരു വശത്തേക്ക് ചെരിച്ചു പിടിച്ചു അടി തടഞ്ഞു. നമ്പ്യാരുടെ കൈ പെട്ടെന്ന് പിൻവലിക്കാനാവാത്ത വിധം വിലങ്ങിനടിയിൽ കുടുങ്ങിപ്പോയി. സാറിന് എന്നെ അടിക്കരുത്, രാരിച്ചൻ പറഞ്ഞു. അപേക്ഷയും ഭീഷണിയും മുന്നറിയിപ്പും അസഹതയും രോഷവും വെല്ലുവിളിയും ഒക്കെ ആ വാക്കിലുണ്ടായിരുന്നു. CI കൈ വലിച്ചെടുത്തു. അവൻ്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചുകൊണ്ട് അമറി. അടിച്ചാൽ നീ എന്തു ചെയ്യടാ? രാരിച്ചൻ നമ്പ്യാരുടെ മുഖത്തിനടുത്തേക്ക് തൻ്റെ മുഖം അടുപ്പിക്കുന്നു. നമ്പ്യാർക്ക് മാത്രം കേൾക്കാവുന്ന സ്വരത്തിൽ കടപ്പല്ല് ഞെരിച്ച് പറഞ്ഞു, പിന്നെ നമ്മളിൽ ഒരാളെ ജീവിച്ചിരിക്കും. CI നമ്പ്യാർ ആദ്യമൊന്ന് പകച്ചുപോയി. രാരിച്ചൻ പറഞ്ഞ ഇതിൻ്റെ അർത്ഥമെന്താണെന്ന് അവൻ്റെ കണ്ണുകളിൽ നിന്നും അയാൾക്ക് വായിക്കാൻ കഴിഞ്ഞു. മരണത്തിൻ്റെ മണം തിരിച്ചറിയുന്ന ജന്തുസഹജമായ ചമ്മൽ മറയ്ക്കാൻ വേണ്ടി രാരിച്ചൻ്റെ നേർക്ക് ആക്രോശിച്ചു. കഴിവേടാ മോനെ, അത്രക്കായടാ നീ? കോൺസ്റ്റബിൾ, ഇവനെ അപ്പുറത്തെ ലോക്കപ്പ് മുറിയിലേക്ക് ഇട്ടേക്ക്. ഇവനെ ഞാൻ തന്നെ കൈകാര്യം ചെയ്തോളാം. എന്നിട്ട് CI നമ്പ്യാർ ഇറങ്ങിപ്പോയി. 2 കോൺസ്റ്റബിൾമാർ ചേർന്ന് രാരിച്ചനെ അടുത്ത ലോക്കപ്പ് മുറിയിലേക്ക് കൊണ്ടുപോയി. അല്പം കഴിഞ്ഞ് CI നമ്പ്യാർ സഹദേവൻ്റെയും കൂട്ടരുടെ അടുത്തേക്ക് വന്നു. ചോരയും ഒലിപ്പിച്ച് കിടക്കുന്ന ശവങ്ങൾ. 8 പേരിലായിരുന്നോടാ നിങ്ങൾ? നീയൊക്കെ 3 നേരം പഴങ്കഞ്ഞിയാണോടാ കഴിക്കുന്നത്? സഹദേവനും സംഘാംഗങ്ങളും മുഖം താഴ്ത്തിയിരുന്നു. വിലങ്ങിട്ട ഒരുത്തനെ കയ്യിൽ കിട്ടിയിട്ടും നിങ്ങൾക്ക് അവരെ എന്തെങ്കിലും ചെയ്യാൻ പറ്റിയോ?
നീയൊക്കെ ആണോടാ? സർ, വിലങ്ങവൻ ഊരിപ്പിടിച്ചിരിക്കായിരുന്നു. എന്നാലെന്തടാ, 8 പേരിലായിരുന്നോ? സഹദേവന് മറുപടിയില്ല. സേ ഒന്ന് ഇരുത്തി മൂളിയിട്ട് രാരിച്ചനെ അടച്ചിരുന്ന ലോക്കപ്പ് മുറിയിലേക്ക് ചെന്നു. രാരിച്ചൻ വിലങ്ങഴിച്ചു എന്നത് അയാൾക്കിപ്പോഴും വിശ്വസിക്കാൻ കഴിഞ്ഞിരുന്നില്ല. അതങ്ങനെ സാധ്യമാകുമെന്ന് എത്ര ആലോചിച്ചിട്ടും അയാൾക്കൊരു പിടിയും കിട്ടിയില്ല. വിലങ്ങിൻ്റെ താക്കോൽ കയ്യിൽ കിട്ടിയാൽ പോലും അതഴിക്കാൻ ബുദ്ധിമുട്ടാണ്. ആരെങ്കിലും അവനെ സഹായിച്ചിട്ടുണ്ടാകുമെന്ന് നമ്പ്യാർക്ക് തോന്നി. ഒരുപക്ഷെ കോൺസ്റ്റബിൾമാരാരെങ്കിലും വിലങ്ങഴിച്ചു വെച്ചിരിക്കും, അല്ലെങ്കിൽ ശരിക്കും പൂട്ടുവീണില്ലെന്നും വരും. രാരിച്ചൻ കൈവിലങ്ങുകളിലേക്ക് അയാൾ നോക്കി. ആരാ വിലങ്ങഴിക്കാൻ നിന്നെ സഹായിച്ചത്? ആരും സഹായിച്ചില്ല സാർ. പിന്നെ എങ്ങനെ നീ അയച്ചു? അഴിച്ചില്ല സാർ, അതിപ്പോഴും എൻ്റെ കയ്യിൽ തന്നെ ഉണ്ടല്ലോ. സി ഐ അവൻ്റെ വിലങ്ങ് പരിശോധിച്ചു. അത് ശരിക്കും പൂട്ടിയ നിലയിൽ തന്നെയായിരുന്നല്ലോ. പോലീസുകാരെങ്കിലും നിന്നെ? ഇല്ല സാർ. സി ഐ രാരിച്ചൻ്റെ മുഖത്തേക്ക് ഉറ്റുനോക്കി സൗമ്യസ്വരത്തിൽ ചോദിച്ചു. ആരും സഹായിക്കാതെ നിനക്കത് കഴിയില്ല. പറയ്, ആരാ? ഇതിൻ്റെ പേരിൽ നിന്നെ ഞാൻ ഒന്നും ചെയ്യില്ല, ഞാൻ ഉറപ്പു തരാം. അതിനു മുമ്പ് ഒരു കാര്യം ചോദിച്ചോട്ടെ സാർ. എന്നെ കൈവിലങ്ങോടെ അവരുടെ മുമ്പിലേക്ക് ഇരയായി ഇട്ടുകൊടുത്തത് എന്തിനായിരുന്നു സാർ? ആരുടെ ചതിയായിരുന്നു അതിൻ്റെ പുറകിലെ? ചതിയോ? സാറിനറിയാം. ആരുടെയെങ്കിലും കൈക്കടത്തലില്ലാതെ പോലീസ് വാദിയെയും പ്രതിയെയും കൂടി ഒരു ലോക്കപ്പിലിട്ടടക്കില്ലല്ലോ. അത്രയും മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ എൻ്റെ തലയിലുണ്ട് സാറേ. ഫിലിപ്പോസ് മുതലാളിയുടെ പണം പറ്റിക്കൊണ്ട് നിങ്ങൾ പോലീസുകാർ കാണിച്ച പോക്രിത്തരമല്ലായിരുന്നു സാറേ അത്. റാസ്കൽ, വായടച്ചു വെച്ചോ, മിണ്ടിപ്പോകരുത്. സി എ നമ്പ്യാരുടെ ശബ്ദത്തിന് വേണ്ടത്ര മൂർച്ചയില്ലായിരുന്നു. രാരിച്ചൻ എത്ര ശരിയായി കാര്യങ്ങൾ ഊഹിച്ചിരിക്കുന്നുവെന്ന് അയാൾ വിചാരിച്ചു. വിലങ്ങ് ഞാൻ ഊരിയത് തന്നെ സാറേ. പെണ്ണുങ്ങളുടെ വള പോലെയാ എനിക്ക് ഈ വിലങ്ങ്. ഇതാ ഇതുപോലെ ഞാനതങ്ങ് ഊരും. മുന്നോട്ട് കുനിഞ്ഞ് കൈകൾ ചേർത്ത് പിടിച്ച് തിരിച്ചുകൊണ്ട് അവൻ പറഞ്ഞു. അവൻ്റെ വലതു കൈയുടെ അസ്ഥികൾ വിലങ്ങിന് പാകത്തിൽ വളഞ്ഞും പിരിഞ്ഞും കിടക്കുന്നുണ്ടെന്ന് നമ്പ്യാർക്ക് തോന്നി. തോളല് വരെ അസ്ഥിയുടെ പുളച്ചിൽ തിരിച്ചറിയാമായിരുന്നു. രാരിച്ചൻ വിലങ്ങൂരി മാറ്റിയ കൈ ഉയർത്തിക്കെട്ടി. എന്നിട്ട് ഇതുപോലെ എടുങ്ങുകയും ചെയ്യും. വിലങ്ങുള്ളിലേക്ക് കൈകടത്താൻ അവൻ കൂടുതൽ സമയമെടുത്തു. സി ഐ നമ്പ്യാർ അത്ഭുതത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു. 7 പൂട്ടിട്ട് പൂട്ടിയാലും മൂരും സാറേ. എൻ്റെ അപ്പൻ പൊടിപ്പാറ വക്കൻ പഠിപ്പിച്ച അഭ്യാസിയാണ് ഞാൻ. അതൊക്കെ എനിക്ക് കൈമാറി തരുമ്പോൾ ഇങ്ങനൊരാവശ്യം വരുമെന്ന് അന്നൊന്നും ഞാൻ കരുതിയിരുന്നെങ്കിൽ വേറെ ചില തൊഴിലും കൂടി പഠിക്കാമായിരുന്നു. നീ എത്ര വലിയ അഭ്യാസിയായാലും കൊള്ളാം. ഞാൻ വിചാരിച്ചാൽ നിന്നെ ഇനി പുറം ലോകം കാണിക്കാതെ ഈ ലോകപ്പിനുള്ളിൽ തന്നെ ഞാൻ വകവരുത്തും. സാറിന് പറ്റും. ഇവിടുന്ന് തിരിച്ചു ചെല്ലാമെന്ന് ആർക്കും വാക്കു കൊടുത്തിട്ടല്ല ഞാൻ പോകുന്നത്. കൊല്ലാനും ചാകാനും മടിയില്ലാത്തവന് പേടിയില്ല സാറേ. സി ഐ നമ്പ്യാർ അല്പം കൂടി അവനെ തന്നെ നോക്കി നിന്നു. നിനക്കെന്തായാലും ദൈവം ദീർഘായുസ് വിധിച്ചിട്ടില്ല. അത്രയും പറഞ്ഞിട്ട് നമ്പ്യാർ അമർത്തി ചവിട്ടി ഇറങ്ങിപ്പോയി. രാത്രിയാമങ്ങൾ കടന്നുപോയി കണ്ടിരുന്നു. രാവിലെ തന്നെ ഫിലിപ്പോസ് മുതലാളി സ്റ്റേഷനിലെത്തി. സി ഐ നമ്പ്യാരെ കണ്ട് അയാൾ ആകാംക്ഷയോട് ചോദിച്ചു. രാരിച്ചൻ്റെ കാര്യം എന്തായി? ഞാൻ ചെയ്യാനുള്ളതൊക്കെ ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ആമാരെ അവൻ അതിനകത്തിട്ട് ഇടിച്ച് നുറുക്കിക്കളഞ്ഞു. 8 പേരുണ്ടായിരുന്നില്ല അവർ? 8 എണ്ണം ഉണ്ടെന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം? 8ഉം വെറും ചാണകങ്ങളാടോ. അവൻ്റെ കയ്യിൽ വിലങ്ങുണ്ടായിരുന്നില്ലേ? വിലങ്ങൊക്കെ അവന് വെറും പുല്ല. എനിക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. താൻ ലോക്കപ്പിൽ ചെന്ന് തൻ്റെ ആൾക്കാരോട് ചോദിച്ചു നോക്ക്, അവർ പറയും. ഫിലിപ്പോസ് മുതലാളി ലോക്കപ്പ് റൂമിൽ ചെന്ന് സഹദേവനെയും കൂട്ടരെയും കണ്ടു. എല്ലാവരുടെയും മുഖം കനത്ത ഇടികളേറ്റ് നീര് വന്ന് ചീർത്തിരുന്നു. നിന്നെയൊക്കെ കാണാൻ നല്ല ചന്താണല്ലോടാ. നീയൊക്കെ എന്തിനാടാ ആണാണെന്ന് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നത്? എല്ലാവരും മുഖം കുനിച്ചിരുന്നു. 8 തടിമാടന്മാരെ മുമ്പിലോട്ട് ഒരു പുഴുവിനെ പോലെ എടുത്തിട്ട് തന്നതല്ലടാ അവന്. എന്നിട്ട് അവൻ്റെ ഒരു രോമം പറിക്കാൻ നിന്നെക്കൊണ്ടൊന്നും പറ്റിയില്ലല്ലോ. സഹദേവനും കൂട്ടർക്കും മറുപടിയില്ലായിരുന്നു. നിന്നെയൊക്കെ കൂട്ടുപിടിച്ച എന്നെ വേണം തുഴിക്കാൻ. ഫിലിപ്പോസ് മുതലാളി കലിപൂണ്ടിറങ്ങിപ്പോന്നു. അയാൾ സി ഐ നമ്പ്യാരെ കണ്ട് ചോദിച്ചു. ഇനി എന്ത് ചെയ്യാനാ പ്ലാൻ? ഫിലിപ്പോസ് തന്നെ പറ, എന്ത് ചെയ്യണം? അവനെ തളയ്ക്കാൻ വകുപ്പൊന്നുമില്ല നിങ്ങളുടെ നിയമത്തിൽ. അവൻ ആരെയൊന്നുമല്ലല്ലോ തളയ്ക്കാൻ. മനുഷ്യൻ വെറി പിടിച്ചു നിൽക്കുമ്പോൾ ഒരുമാതിരി മറ്റേടുത്ത വർത്താനം പറയല്ലേ? ഫിലിപ്പോസിന് ദേഷ്യം ഇരട്ടിച്ചു. എന്ത് ചെയ്യണമെന്ന് താൻ പറ. രാരിച്ചനിപ്പോൾ വാദിയാണ്, മറ്റുള്ളവർ പ്രതിയും. വാദിയെ ശിക്ഷിക്കാനും പ്രതികളെ വെറുതെ വിടാനും നിയമപുസ്തകത്തിലെ വകുപ്പൊന്നും കാണുന്നില്ല. വാദിയെ പ്രതിയാക്കുകയും പ്രതിയെ വാദിയാക്കുകയും ചെയ്യുന്ന മാജിക്കാരില്ലേ നിങ്ങൾ പോലീസുകാർ? നിങ്ങളുടെ പുന്നാര മോളല്ലേ എല്ലാം പൊളിച്ചത്. എന്നിട്ട് എന്നോട് കുറച്ചിട്ട് എന്ത് കാര്യം? തൻ്റെ ഇഷ്ടം പോലെ ചെയ്യും. അവനെ വകവരുത്തണമെങ്കിൽ അത് താൻ തന്നെ ചെയ്യുന്നതാ ബുദ്ധി. ആ നാട്ടുകാരെ പന്നന്മാരെ വിട്ടുകളാം. അവന്മാരെ കൊണ്ട് ചുക്കിനും ചുണ്ണാമ്പിനും കൊള്ളത്തില്ല. പൊടിപ്പാറ വക്കനെ കൊന്ന വീരന്മാരാണെന്ന് വിചാരിച്ചാ ഞാൻ അവരുടെ കൂട്ടുപിടിച്ചത്. അത് അവന്മാരുടെ വീര്യം കൊണ്ടല്ലെന്ന് മനസ്സിലായില്ലേ? വക്കൻ്റെ സമയമോശമായിരുന്നു.
ഫിലിപ്പോസ് മുതലാളി മൗനത്തിലാണ്ടു. രാരിച്ചനെ വിട്ടയക്കാതെ നിവൃത്തിയില്ല. അവൻ നിരപരാധിയാണെന്ന് തെളിഞ്ഞു കഴിഞ്ഞു. അവനെ വിടുന്നതിന് മുമ്പ് ശരിക്കൊന്ന് കൈകാര്യം ചെയ്തേക്കണം. അത് പിന്നെ പറയണോ? മറ്റവന്മാരുടെ കാര്യത്തിൽ എന്ത് വേണം? അവന്മാരുടെ പേരിൽ കേസ് ചാർജ് ചെയ്തിട്ട് ജാമ്യത്തിൽ വിട്ടാൽ മതി. ഒരു കേസ് കിടക്കുന്നത് നല്ലതാണ്. എങ്കിലേ അവന്മാർ എൻ്റെ ചെൽപ്പടിക്ക് നിൽക്കും. തല്ലാനൊരു വടി കയ്യിലുണ്ടെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓങ്ങിപ്പിടിക്കാമല്ലോ. അങ്ങനെ ചെയ്യാം, അതാ നല്ലത്. പിന്നെ വേറൊരു കാര്യം പറഞ്ഞോട്ടെ ഫിലിപ്പോസ്, പറ. രാരിച്ചൻ കരുത്തനാ. അവനൊരുത്തൻ 10 പേരുടെ ഫലം ചെയ്യും. അവനെ കൂടെ നിർത്തുന്നല്ലേ ബുദ്ധി. പിന്നീട് പലതിനും ഉപയോഗിക്കാം. അതൊന്നും വേണ്ട. പൊടിപ്പാറ പക്കം കൂടെ നിന്നല്ലേ. എന്നിട്ടും അവനെക്കൊണ്ട് വലിയ തലവേദനയായിരുന്നു. ചത്തപ്പഴാ സമാധാനം കിട്ടിയത്. ഇനിയൊരു തലവേദനയും കൂടി വലിച്ചു വയ്ക്കാൻ വയ്യ. ഫിലിപ്പോസിൻ്റെ ഇഷ്ടം. ഫിലിപ്പോസ് മുതലാളി അപ്പോൾ തന്നെ പാലക്കരയ്ക്ക് മുടങ്ങി. ഉച്ചയ്ക്ക് മുമ്പേ CI നമ്പ്യാർ രാരിച്ചനെ വിട്ടയച്ചു. വിട്ടയക്കുന്നതിന് മുമ്പേ CI നമ്പ്യാർ രാരിച്ചനെ കൊണ്ട് ചില സ്റ്റേറ്റ്മെൻറ്റുകളിൽ ഒപ്പിടിവെച്ചു. നിന്നോടൊരു പ്രത്യേക താല്പര്യം തോന്നിയിട്ട് ഞാൻ മുൻകൈ എടുത്ത് വിട്ടയക്കുക. നിന്നെ അവിടെ ചെന്ന് മാനം മര്യാദയ്ക്ക് ജീവിച്ചാൽ നിനക്ക് നല്ലത്. ഫിലിപ്പോസ് മുതലാളി രാജവെമ്പാലയാ, സൂക്ഷിച്ച് കളിച്ചോണം. വേറെ ഒരുപാട് മൂർഖന്മാർ പത്തിയും വിരിച്ച് കാത്തിരിപ്പുണ്ട് ആ നാട്ടിൽ നിന്നെ കൊത്താൻ. രാരിച്ചൻ തലയാട്ടി. വിളിക്കുമ്പോഴൊക്കെ സ്റ്റേഷനിൽ വന്നേക്കണം. വരാം. ഇനി ഒരു തവണ കൂടി പെട്ടുപോയാൽ പിന്നെ നീ രക്ഷപ്പെടില്ല, ഓർത്തോ. അതിനും രാരിച്ചൻ തലകുലുക്കി. പിന്നെ ആ വിലങ്ങോരി കളയുന്ന വിദ്യ സൗകര്യം കിട്ടുമ്പോൾ എന്നെ കൂടി ഒന്ന് പഠിപ്പിക്കണം. അതെന്തിനാ സാറേ? കള്ളന്മാർക്കല്ല വിലങ്ങോരേണ്ട ആവശ്യമുള്ളൂ. രാരിച്ചൻ ചിരിച്ചു. പ്രിയരെ, നമ്മുടെ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. ഈ കഥയുടെ അടുത്ത ഭാഗങ്ങൾ കേൾക്കുന്നതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുകയും ബെല്ലൈക്കൺ അമർത്തുകയും ഒക്കെ ചെയ്യുക. ലൈക്കും കമൻറ്റും ഒക്കെ തന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക. ഒത്തിരി സ്നേഹത്തോടെ നിങ്ങളുടെ സ്വന്തം ജാഷി വയനാട്.